രോഹിത് ആക്ട് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ക്യാമ്പസ് കേന്ദ്രീകൃതമാണ്. ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ളവർ, സമുദായങ്ങളിൽ നിന്നുള്ളവർ, അവരുടെ പ്രതിനിധികൾ അവിടെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് രോഹിത്തിൻ്റെ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു തുടർച്ചയിൽ ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു നീതിയെ ഉയർത്തി കാണിക്കുന്നത് സവിശേഷമായിട്ട് രോഹിത് ആക്ട് ആയിരുന്നു. ഫാത്തിമ ലത്തീഫിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ പൊതുവെ ഒരു ജാതി പീഡനം മാത്രമായിട്ട് മാറ്റുകയും ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നൊരു പ്രശ്നത്തെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മുടെ പൊതുസമൂഹം പരാജയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. നജീബ് അഹമ്മദ് അപ്രത്യക്ഷമാക്കി എന്നുള്ളത് മാത്രമേ ആളുകൾ പറയാറുള്ളൂ. നജീബ് അഹമ്മദിനെ തലേ ദിവസം ABVP-ക്കാർ മർദ്ദിക്കുന്നുണ്ട്. മർദ്ദിക്കുന്ന സമയത്ത് ABVP-ക്കാർ നജീബ് അഹമ്മദിനോട് പറയുന്നത്, നിന്നെ ഞങ്ങൾ 72 ഹൂറിമാനുള്ള സ്വർഗത്തിലേക്ക് അയക്കുന്നതാണ്. രോഹിത് ആക്ടിനകത്ത് തന്നെ ഒരേ സമയത്ത് SC ST ഡിസ്ക്രിമിനേഷനെ പോലെ തന്നെ വംശീയതയെ കൂടി പാർട്ടാക്കി ഇസ്ലാമോഫോബിയ കൂടി പാർട്ടായിക്കൊണ്ട് ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് ഫ്രട്ടേണിറ്റി കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുമ്പോൾ ആ ക്യാമ്പസിനകത്തെങ്കിലും ഒരു രോഹിത് ആക്ട് ചെറിയ യൂണിയനകത്ത് തന്നെ ഇതിനെ പഠിക്കാൻ, ഇതിന് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകും, നടപടിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നഈം ഗഫൂർ NK ആണ്. അദ്ദേഹം ഫ്രറ്റേണിറ്റിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇന്ന് രോഹിത് വെമുല ആക്ടിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ UDF-ൻ്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനങ്ങളിലൊന്ന് രോഹിത് വെമുല ആക്ട് കേരളത്തിൽ നടപ്പാക്കുമെന്നാണ്. നമുക്കറിയാം 2016 ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ രക്തസാക്ഷിയാവുന്നത്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. 10 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ധാരാളം അക്കാദമിക മേഖലയിൽ ധാരാളം ദളിത് വിദ്യാർത്ഥികളും പിന്നാക്ക വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികളൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങളുടെ ഭാഗമായിട്ട്, അക്കാദമിക മേഖലയിലെ വിവേചനങ്ങളുടെ ഭാഗമായിട്ട് ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമായിട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമായിട്ടാണ് ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഓൾ ഇന്ത്യ ബേസിൽ തന്നെ രോഹിത് വെമുല ആക്ട് വേണം, ആ പേരിൽ തന്നെ ഒരു ആക്ടിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പലതരം പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഫ്രറ്റേണിറ്റിയും ഈ മേഖലയിൽ ധാരാളം സമര പരിപാടികൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ യോഗം നടന്നിരുന്നു. അപ്പോൾ രോഹിത് വെമുല ആക്ടിനെ കുറിച്ച് എങ്ങനെയാണ് UDF കൊണ്ടുവരുന്ന ഈ ആക്ടിനെ കുറിച്ച് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? രോഹിത് വെമുല ആക്ട് എന്നുള്ളത് ശരിക്ക് 10 വർഷത്തോളമായിട്ട് ഇന്ത്യയിലെ ഉന്നത സർവകലാശാലകൾ, ക്യാമ്പസുകൾ, അതുപോലെ തന്നെ അക്കാഡമീഷ്യന്മാർക്കകത്തൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളൊരു ഡിമാൻഡാണ്. രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം രാജ്യത്തേക്ക് ഉയർന്നു വന്ന പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിൽ പ്രത്യേകിച്ച് രോഹിത്തിൻ്റെ സുഹൃത്തുക്കൾ, അവിടങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ, പൊതുവെ ഇന്ത്യയിലെമ്പാടുമുള്ള സാമൂഹിക നീതി ആഗ്രഹിക്കുന്നവരെല്ലാം ആ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു നീതിയായിട്ട് ഉയർത്തിക്കാട്ടിയ ഡിമാൻഡാണ് രോഹിത് ആക്ട് എന്ന് പറയുന്നത്. അത് കാര്യമായിട്ട് മുന്നോട്ട് വെച്ചത് കേരളത്തിലെ പിന്നാക്ക വിദ്യാർത്ഥികൾ, സവിശേഷമായി ദലിത്, ആദിവാസി വിദ്യാർത്ഥികൾ. അവർക്ക് ക്യാമ്പസുകളിൽ സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്കൊരു സുരക്ഷയായിട്ട് രോഹിത് ആക്ട് വർത്തിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു ഡിമാൻഡ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉയർന്നു വരുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു തുടർച്ചയിൽ കേരളത്തിലുൾപ്പെടെ കേരളത്തിൽ ആ സമയത്ത് തന്നെ രോഹിത് ആക്ട് ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലുൾപ്പെടെ അന്നത്തെ രാജ്ഭവനിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ലോക്ഭവനായി മാറി ഗവർണറുടെ വസതിയിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട്. ജോയിൻ്റ് ആക്ഷൻ കൗൺസിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രോഹിത് ആക്ടിൻ്റെ ഡിമാൻഡുകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു തുടർച്ചയിൽ ആ ഒരു ഡിമാൻഡ് ഒരുപക്ഷെ ഞാനത് സവിശേഷമായി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മാതാവ്, രോഹിത്തിൻ്റെ മാതാവ് രാധികാ വെമുലയാണെങ്കിലും അവരുടെ സംഘടന, അവിടുത്തെ ASC ആണെങ്കിലൊക്കെ ആ ഡിമാൻഡിൽ നിലനിൽക്കുകയും ആ ഡിമാൻഡ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിൽ ഓൾ ഇന്ത്യ ലെവലിൽ കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും അവസാനത്തെ പ്രകടന പത്രികയിൽ അത് ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡിമാൻഡിൽ രോഹിത് ആക്ട് കടന്നു വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് രോഹിത്തിൻ്റെ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു തുടർച്ചയിൽ
ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു നീതിയെ ഉയർത്തി കാണിക്കുന്നത് സവിശേഷമായിട്ട് രോഹിത് ആക്ട് ആയിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ VC അപ്പാറാവു അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പലതരം ഡിമാൻഡുകളുണ്ടായിരുന്നു. ആ ഡിമാൻഡുകളിൽ നിന്നെല്ലാം അതൊക്കെ ഒരു ഇൻസിഡൻറ്റിനോടുള്ള ചെറിയ ചെറിയ ഡിമാൻഡുകളാണ്. ആ പ്രശ്നത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ആ പ്രശ്നം സംഭവിക്കാനുള്ള കാരണത്തെ സവിശേഷമായി അഭിമുഖീകരിച്ച് ആ കാരണത്തെ മറികടക്കാനുള്ളൊരു ഡിമാൻഡായി ആ മൂവ്മെൻറ്റ് ഉയർത്തി കാണിച്ചത് രോഹിത് ആക്ട് ആയിരുന്നു. അവിടെ അന്ന് VCക്ക് ശരിക്കും രോഹിത് വെമുലയുടെ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് രോഹിത് ഒരു കത്ത് VCക്ക് എഴുതുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിനൊക്കെ മുന്നേ ആയിട്ട്, നിങ്ങൾ ഒന്നുകിൽ ദലിത് വിദ്യാർത്ഥികൾക്ക് കുറച്ച് വിഷം വാങ്ങി തരിക, അല്ലെങ്കിൽ പിന്നൊരു തൂങ്ങി മരിക്കാനുള്ള കയറ് തരിക. അതൊക്കെ രോഹിത്തിൻ്റെ മരണത്തിന് ശേഷം കണ്ടെടുക്കുന്ന കത്തുകളാണ്. അപ്പോൾ മുന്നേ തന്നെ VCക്ക് രോഹിത് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ വലിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ശരിക്കും രോഹിത് ജീവത്യാഗം ചെയ്യുന്നത്. ആ രോഹിത്തിൻ്റെ ജീവത്യാഗത്തിൻ്റെ തുടർച്ചയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഡിമാൻഡുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നത്തെ VC ആയിരുന്ന അപ്പാറാവു എന്ന് പറയുന്നത് വലിയ പാരമ്പര്യം, ഈ ജാതി വെറിയിൽ പാരമ്പര്യമുള്ളൊരു VC ആണ്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീഫ് വാർഡനായിരിക്കെ തന്നെ ദലിത് വിദ്യാർത്ഥികളെ പുറത്താക്കി. അതിൻ്റെ ഒരു തുടർച്ചയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിട്ട, അതിനെ തുടർന്ന് ഇൻറ്റേർണൽ കമ്മിറ്റികളുടെ നടപടികൾക്ക് വിധേയനായ ആളാണ് ഈ അപ്പാറാവിനെതിരെ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. അന്നത്തെ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിക്കെതിരെ നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത നടപടികളുണ്ട്. ആ നടപടികളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റിനോടുള്ള നടപടിയാണ്. പക്ഷേ രോഹിത്തിൻ്റെ ഇൻസിഡൻറ്റിലേക്ക് നടക്കുന്ന കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പിന്നാക്ക വിദ്യാർത്ഥിക്ക്, ദലിത് വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവസരങ്ങളില്ല, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യങ്ങളാണ് രോഹിത്തിൻ്റെ ഒരു ജീവത്യാഗത്തിലേക്ക് നടക്കുന്നത്. അപ്പോൾ ആ ജീവത്യാഗത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ, കാരണങ്ങളെ സവിശേഷമായി അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നതാണ് രോഹിത് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായി, പ്രത്യേകിച്ച് മുഖ്യധാര കോൺഗ്രസ്സിന് പോലും സ്വീകരിക്കേണ്ടുന്നൊരു ഡിമാൻഡായിട്ട് മാറി. ഏറ്റവും അവസാനം 10 വർഷം പൂർത്തീകരിക്കപ്പെട്ട രോഹിത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ, ലോകത്ത് ഷഹാദത്ത് ദിനത്തിൽ ഫ്രട്ടേണിറ്റി അത് ഉന്നയിച്ചിരുന്നു. ഞാൻ ഫ്രട്ടേണിറ്റി ഉന്നയിച്ചു എന്നുള്ളതല്ല, അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിലും അദ്ദേഹം 10 വർഷം രോഹിത്തിൻ്റെ ഷഹാദത്തിൻ്റെ ദിനമായി എന്നതിന് ശേഷം ഉന്നയിക്കുന്ന ഡിമാൻഡ് രോഹിത്തിൻ്റെ നീതിക്ക് വേണ്ടി രോഹിത് ആക്ട് ഈ 10 വർഷമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് നടപ്പിലാക്കുന്നൊക്കെ 10 വർഷം പൂർത്തീകരിക്കുന്ന ഈ ജനുവരി 17-നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് എൻ്റെ നമ്മളെ പോയിൻ്റ് എന്ന് പറയുന്നത്, രോഹിത് വെമുലയുടെ ഒരു ഇൻസിഡൻറ്റ് ഒരു കേവല ജീവത്യാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വ്യത്യസ്ത സർവകലാശാലകളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത വിദ്യാർത്ഥികൾ ജീവത്യാഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ജീവത്യാഗത്തിലേക്കൊക്കെ നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നുകിൽ ജാതിവെറിയാകാം, വംശീയവെറിയാകാം, വിദ്യാർത്ഥികളുടെ ഡിഗ്നിറ്റിയെ റദ്ദ് ചെയ്യുന്നതാകാം. അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ഡിമാൻഡായിട്ടാണ് ആ ഡിമാൻഡ് രോഹിത് മൂവ്മെൻറ്റ് ഉയർത്തുന്നത്. ആ ഡിമാൻഡ് 10 വർഷമായിട്ട് ഇന്ത്യയിലുണ്ട്. ആ ഡിമാൻഡ് കുറച്ചുകൂടി ഒരു മൂർത്തമായൊരു സമയത്ത് കേരളത്തിൽ കൂടി ഉന്നയിക്കണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആവശ്യം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഓൾ ഇന്ത്യ ബേസിൽ തന്നെ ഒരു സ്ഥാപനവൽകൃത കൊലപാതകങ്ങളായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളെ മനസ്സിലാക്കുന്ന രീതി വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു ജാതി പീഡനം ഒരു പ്രശ്നത്തിലാണ് ഇതിപ്പോഴും നിലനിൽക്കുന്നത്. ജാതീയമായ വിവേചനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മുസ്ലിം വിദ്യാർത്ഥികളുടെ ഒരു കൊലപാതകം ഇതിൽ, അല്ലെങ്കിൽ ആത്മഹത്യകൾ, രക്തസാക്ഷികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫാത്തിമ ലത്തീഫിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ട്. പക്ഷേ ഇതിനെ പൊതുവെ ഒരു ജാതി പീഡനം മാത്രമായിട്ട് മാറ്റുകയും ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നൊരു പ്രശ്നത്തെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മുടെ പൊതുസമൂഹം പരാജയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പരാജയപ്പെട്ടതെന്നുള്ളതല്ല, പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നം നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ചർച്ചയുടെ 2 പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ഞാൻ അഭിമുഖീകരിക്കുന്നത് ഈ മൊത്തം ഒരു ഡിബേറ്റ്, നമ്മൾ സംസാരത്തിനിടക്ക് തന്നെയും ഒരു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പീഡനം അനുഭവിക്കുന്ന 2 കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഒരു വിക്ടിമൈസേഷൻ്റെ ഏറ്റവും കുറച്ചിലുമായിട്ട് മാറുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ദലിത് വിദ്യാർത്ഥികൾ ഒരുപാട് പീഡനം അനുഭവിക്കുന്നു, മുസ്ലിം വിദ്യാർത്ഥികൾ ഇത് അനുഭവിക്കുന്നു. ഇവർ തമ്മിൽ ആരാണ് കുറവ് കൂടുതൽ, ചിലത് പുറത്തു വന്നില്ല എന്നുള്ള വ്യക്തികൾക്ക് അകത്തുള്ള ഒരു ഇൻറ്റേർണൽ ഒരു കോൺഫ്ലിക്റ്റിനെ അത് രൂപപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ചില കാര്യങ്ങൾ അതിൽ പറയേണ്ടതുണ്ട് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, പ്രത്യേകിച്ച് ഇന്ന് നിലവിൽ ഉന്നത സർവകലാശാലകളിൽ ഉൾപ്പെടെ ഇപ്പോൾ
6 പിന്നെ സുഗതവ് തോറോട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അക്കാഡമിഷ്യൻ, UGCയുടെ മുൻ ചെയർമാനായിരുന്നു. കേരളത്തിൽ ഫ്രട്ടേണിറ്റിയുടെ തന്നെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കോഴിക്കോട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു 2006 തൊട്ട് അന്ന് പിന്നെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഇൻസിഡൻറ്റ് 2006 2009 തൊട്ടൊക്കെ വ്യത്യസ്ത ഇൻസിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. എയിംസിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ദലിത് വിദ്യാർത്ഥികളുടെ. പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയിൽ അദ്ദേഹം ഒരു പിന്നെ ഇക്വിറ്റി UGC ഉന്നത സർവകലാശാലകൾക്ക് കീഴിൽ ഒരു ഇക്വിറ്റി റൂള് നടപ്പിലാക്കണം, പ്രത്യേകിച്ച് ഈ ഡിസ്ക്രിമിനേഷനുകളെല്ലാം മറികടക്കുന്ന റൂൾ ഉണ്ടാകുന്ന സുഗതവ് തോറോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ അന്നത്തെ സർക്കാരുകൾ തന്നെ നിയമിക്കുന്നു. അദ്ദേഹം അതിൻ്റെ പഠനങ്ങൾ നടത്തുന്നു, വ്യത്യസ്ത ഇൻസിഡൻറ്റുകൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ ഉന്നത സർവകലാശാലകൾക്ക് കീഴിൽ, പ്രത്യേകിച്ച് ക്യാമ്പസുകൾക്ക് കീഴിൽ ഈ ദലിത് വിദ്യാർത്ഥികളുടെ അട്രോസിറ്റീസിനെ മറികടക്കാവുന്ന ചെറിയ ചെയറുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദലിത് അട്രോസിറ്റീസ് പരാതിപ്പെടാൻ പറ്റുന്ന, അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന, അതിനോട് പിന്നെ അതൊരു വിഷയമായിട്ട് ഇൻറ്റേർണലി പരിശോധിക്കാൻ പറ്റുന്ന അസസ്മെൻറ്റ് കമ്മിറ്റികളൊക്കെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനോട് വിമർശനങ്ങളുണ്ട്, അതെല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയിൽ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദലിത് വിദ്യാർത്ഥികളുടെ അവരുടെ അനുഭവങ്ങളെ പരാതികളായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, അത് നൽകിയിട്ടുണ്ട്, അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, എന്നാൽ സവിശേഷമായിട്ട് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ചുള്ളൊരു ചെയറോ ഒരു പരാതിപ്പെടാൻ പറ്റുന്നൊരു സവിശേഷമായി ഒരു കമ്മ്യൂണിറ്റി നടത്തിൽ പരാതിപ്പെടാൻ പറ്റുന്നൊരു മേഖലയോ ഒരു ഏരിയയോ നിലവിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം വിദ്യാർത്ഥികളുടെ പല അനുഭവങ്ങളും ഒരു പരാതിയായിട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നത് പലതും പ്രത്യേകിച്ച് ജീവത്യാഗങ്ങൾ തന്നെയാണ്. ഏറ്റവും അവസാനം വന്നത് ചെന്നൈ മദ്രാസ് IITയിലെ ഫാത്തിമ ലത്തീഫിൻ്റെ മരണമാണ്. അവസാനമല്ല, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന മരണം. മലയാളിയാണ്. അവരുടെ ജീവിതം അവസാനിപ്പിച്ച് എഴുതി വച്ചിരിക്കുന്ന കത്തിൽ ഞാനൊരു ഇസ്ലാമോഫോബിയയുടെ ഇരയാണെന്ന് പറയുന്നുണ്ട്. അത് നജീബ് അഹമ്മദ് ഇതുപോലെ അപ്രത്യക്ഷനാക്കപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ്. നജീബ് അഹമ്മദ് അപ്രത്യക്ഷനാക്കി എന്നുള്ളത് മാത്രമേ ആളുകൾ പറയാറുള്ളൂ. നജീബ് അഹമ്മദിനെ തലേ ദിവസം ABVPക്കാർ മർദ്ദിക്കുന്നുണ്ട്. മർദ്ദിക്കുന്ന സമയത്ത് ABVPക്കാർ നജീബ് അഹമ്മദിനോട് പറയുന്നത് വളരെ ഒരു കാര്യമാണ്. മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ, നിന്നെ ഞങ്ങൾ 72 ഹൂറിമാരുള്ള സ്വർഗത്തിലേക്ക് അയക്കുന്നതാണ്. 72 ഹൂറിമാരുള്ള സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് മർദ്ദിച്ച ഒരു മുസ്ലിം വിദ്യാർത്ഥി JNUവിൽ നിന്ന് പിറ്റേ ദിവസം അപ്രത്യക്ഷമാക്കപ്പെടുന്നു. അങ്ങനെ വലിയ ഇൻസിഡൻറ്റുകൾ. പിന്നെ നജീബ് അഹമ്മദ് അതുപോലെ തന്നെ ഫാത്തിമ ലത്തീഫ്, ഇവരുടെ 2 ഇൻസിഡൻറ്റുകൾക്കും ഒരു സാമാന്യന അവരുടെ ഒരു ജീവത്യാഗത്തെ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം, പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് നജീബ് അഹമ്മദിൻ്റെ അല്പമെങ്കിലും ഒരു മൂവ്മെൻ്റായി രൂപപ്പെട്ടു. ഫാത്തിമ ലത്തീഫിൻ്റേത് ഉൾപ്പെടെയുള്ള ഇൻസിഡൻറ്റുകളെ വലിയ മൂവ്മെൻറ്റുകളായിട്ട് രൂപപ്പെട്ടു വന്നിട്ടില്ല. അത് പിന്നെ ഈ സാമൂഹിക നീതിയുടെ സമരശബ്ദം ഉയർത്തുന്ന സംഘടനകൾ, വ്യക്തികളെല്ലാം സ്വയം വിമർശന വിധേയമായി മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടുന്ന ചില വസ്തുതകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടുവരുന്ന ഈ രീതിയിലുള്ള വംശീയമായിട്ടുള്ള വിവേചനങ്ങൾ, തരംതിരിവുകൾ, ഇതൊക്കെ കടന്നു വരുന്നതിൽ ഈ ക്യാമ്പസുകളുടെ ഒരു അന്തരീക്ഷം എനിക്കറിയാം. ഉദാഹരണത്തിന് നമ്മളുടെ ഇന്ത്യൻ ക്യാമ്പസുകളിൽ കീഴാള വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല. ആ മേഖലകളിൽ ശരിക്കും പല ആളുകളും അത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫ്രട്ടേണിറ്റിയൊക്കെ വളരെ കൃത്യമായി പറയാനുള്ളൊരു കാര്യമാണ്. ഒരു അഗ്രഹാരങ്ങളായിട്ട് നമ്മുടെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. ആ രീതിയിലുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും അധ്യാപകരുടെ കീഴാള വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരുടെ കുറവും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി മുന്നിൽ മനസ്സിലാക്കില്ല. നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ ശരിക്ക് രോഹിത് ആക്ട് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ക്യാമ്പസ് കേന്ദ്രീകൃതമാണ്. ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ളവർ, സമുദായങ്ങളിൽ നിന്നുള്ളവർ, അവരുടെ പ്രതിനിധികൾ അവിടെ നിർബന്ധമാണ്. ഇപ്പോൾ ഇന്ത്യൻ ക്യാമ്പസുകളുടെ ഒരു പൊതു സവിശേഷത, അതിൻ്റെ പല കണക്കുകളുണ്ട്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി തന്നെ ചില കണക്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു കണക്ക്, രോഹിത്തിന് ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ഒരു കണക്കുണ്ടായിരുന്നു. കേവലം 2% ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ആകെ പ്രൊഫസർമാർ, അതുപോലെ തന്നെ ജോലിക്കാർ, നോൺ ടീച്ചിങ് അല്ല ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള മുസ്ലിം ആളുകളുടെ സ്റ്റാഫുകളുടെയാണെന്ന് പറഞ്ഞാൽ 2%. അതെല്ലാം ഉറുദു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ ഏകദേശം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും മുസ്ലിം അധ്യാപകരെ ഇല്ല, വളരെ കുറച്ചുണ്ട്. ഞാൻ മനസ്സിൽ വളരെ ചെറിയ പെർസെൻറ്റേജാണ്. അപ്പോൾ അതിന് പ്രതിസന്ധി സ്വാഭാവികമായിട്ട് ഈ ക്യാമ്പസുകളുടെ അന്തരീക്ഷത്തെ ഒരു സാമൂഹികമായി മേൽത്തട്ടിൽ നിൽക്കുന്ന സവർണ വിഭാഗങ്ങളുടെ ചിന്തകൾ, ആലോചനകൾ, അവരുടെ കൾച്ചർ ആഘോഷങ്ങൾ, അവരുടേതായിട്ടുള്ള അനുഭവങ്ങളെ മാത്രം സ്വാംശീകരിക്കുന്ന ഇടങ്ങളായിട്ട് മാറുകയാണ്. ആ നടപടികൾ, ആ സ്വഭാവങ്ങൾ, അതെല്ലാം വലിയ സ്വഭാവത്തിൽ
ഈ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഈ വംശീയ ആക്രമണങ്ങൾ, അട്രോസിറ്റീസുകളുടെ വർധനവുകൾ, ജാതി ആക്രമണങ്ങളുടെ വർധനകൾക്കൊക്കെ വളരെ പ്രധാനമായൊരു കാരണമാണ് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്നുള്ളത് കേവലം ഒരു ആളുകളുടെ ഒരു എക്സ്പീരിയൻസിന് മാത്രമല്ല, സംവരണത്തെ റദ്ദ് ചെയ്യപ്പെടുന്നത്, വിദ്യാർത്ഥികൾ ആനുപാതികമായ പ്രാതിനിധ്യത്തിലുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നത് എല്ലാം ഈ ഒരു നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ടൊരു ഡിമാൻഡായിട്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ക്യാമ്പസുകൾ അത് പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഇൻസിഡൻറ്റുകളുടെ എല്ലാം ഒരു കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ രോഹിത് വെമുലയുടെ ഇൻസിഡൻറ്റിന് കുറ്റക്കാരനായ അപ്പാറാവ്, അദ്ദേഹം ഒരു ദലിത് വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്തെ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ ആളാണ്. ഈ സ്വഭാവത്തിൽ വ്യത്യസ്ത അട്രോസിറ്റികൾക്ക് നേതൃത്വം നൽകിയ പല VC-മാർ, പല കുപ്രസിദ്ധരായ VC-മാർ, പല പ്രൊഫസർമാർ, അവരുടെയൊക്കെ ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ഒരു അനുഭവങ്ങളെ അവരുടെ പഠനകാലത്തെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടവരായിട്ട് അവരുടെ ഉപയോഗിക്കുന്നത് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ്പസുകൾക്കകത്ത് ഈ ഫാക്കൽറ്റികളുടെ എണ്ണത്തിൽ, നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ എണ്ണത്തിൽ, അതുപോലെ തന്നെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ എണ്ണത്തിൽ എല്ലാം വ്യത്യസ്ത സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ദലിതർ, ആദിവാസികൾ, മുസ്ലിങ്ങളെല്ലാം കടന്നു വരണം, തുല്യമായി വിഭജിക്കപ്പെടണം. അതിൻ്റെ ഒരു തുടർച്ചയിൽ കൂടിയാണ് ഈ ജാതി പീഡനത്തെ, വംശീയ പീഡനത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത് കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. ഈ രോഹിത് വെമുല ആക്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ വർഷം അവസാനം രോഹിത് വെമുല ആക്ട് അവർ പ്രപ്പോസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ബില്ല് തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കുറേ കാലങ്ങളായിട്ട് 2023 തന്നെ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ചും, ഇങ്ങനെ നിയമം അവർക്ക് സ്വാധീനമുള്ള തെലങ്കാന പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മറ്റേ കർണാടകയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊരു നീക്കം അവർ ഭാഗത്തുന്നുണ്ട്. കർണാടകയിൽ ഇതിൻ്റെ ഒരു സ്ഥിതി ഇപ്പോൾ എന്താണ്? അത് കുറച്ച് കാലങ്ങളായിട്ട് കർണാടകയിലെ ശരിക്ക് സർക്കാരുകൾക്ക് ഇതൊരു ഡിമാൻഡാണെന്ന് പറയുമ്പോൾ, കേരളത്തിൽ ഉൾപ്പെടെ അതൊരു പ്രകടന പത്രികയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ഇതിനൊരു പ്രത്യേകിച്ച് ആളുകളുടെ അനുഭവങ്ങളെ ഒരു നിയമമേഖലയിലേക്ക് ഇതിനെ രൂപപ്പെടുത്തിയെടുക്കണം. ഇതിന് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാണൊക്കെ ചെയ്യും. അപ്പോൾ കർണാടകത്തിലെ സർക്കാർ ബില്ല് അവതരിപ്പിച്ചു എങ്കിലും ഈ ബില്ലിന് മുന്നോടിയായിട്ട് ഏകദേശം വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച്, കർണാടകയിലെ വ്യത്യസ്ത നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ചില കൂട്ടായ്മകൾ, രോഹിത് ഈ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മകൾ ഇതിനെ ഒരു 3-4 വർഷമായിട്ട് ഇതിനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസലിലേക്ക് സർക്കാരുകളോട് ഡിമാൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് അവർ സ്വീകരിച്ച്. ഇപ്പോൾ ഏറ്റവും അവസാനം ആ കമ്മിറ്റി കൊടുത്ത പ്രപ്പോസലിനെ സർക്കാർ ബില്ലായിട്ട് പ്രപ്പോസലാണ് പിന്നീട് ബില്ലിൻ്റെ രൂപത്തിലേക്ക് പ്രപ്പോസലാണ് ഏകദേശം ബില്ലായിട്ട് രൂപപ്പെട്ടത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രോഹിത് ആക്ട് നമ്മൾ പറയുമ്പോഴും എന്താണ് രോഹിത് ആക്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഒരുപാട് ഇപ്പോൾ കർണാടകയിൽ കുറേയൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഒരാൾക്ക് അനുഭവങ്ങളുണ്ടായി, ഒരാൾ ജാതീയമായി ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഡിസ്ക്രിമിനേഷൻ ചെയ്യപ്പെട്ടു, ഇതെങ്ങനെയാണ്, ഏതൊക്കെ നടപടികളിലൂടെ കടന്നു പോകണം, ആദ്യം ആർക്ക് പരാതി കൊടുക്കണം, ആ പരാതി കൊടുക്കുന്ന കമ്മിറ്റികളിൽ ആരൊക്കെ ഭാഗമാവണം, എത്ര ദിവസം കൊണ്ട് ഇത് പരിശോധിക്കണം, എന്ത് നടപടികൾ സ്വീകരിക്കണം, അങ്ങനെ വിശദമായൊരു സാധനം ബില്ലായിട്ട് വരണമല്ലോ. രോഹിത് ആക്ട് ഉണ്ടാക്കും എന്നുള്ളൊരു ഡിമാൻഡ് കൊണ്ട് മാത്രം അത് രൂപപ്പെട്ട് വരില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിലെ കമ്മിറ്റി, ആ ഒരു ടീം വലിയ ഡീറ്റെയിൽ ആയിട്ട് അതിൽ വർക്കുകൾ നടത്തി. അവരുടെ ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന വലിയൊരു ഒരു മാതൃകയായിട്ടത് രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ശരിക്കും കർണാടകത്തിൽ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രവാർത്തകൾ കണ്ടിരുന്നു, അങ്ങനെ അവിടുത്തെ ബില്ല് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കാണ് ഒരു വാർത്ത കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം. ബില്ല് അവതരിപ്പിക്കപ്പെട്ടു, നടപ്പിലാക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവികമായ നടപടിക്രമങ്ങളിൽ കുറച്ചധികം പ്രതിസന്ധികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ പല ചെയറുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആരാണ് ഇതിൻ്റെ അതോറിറ്റിയായി വർത്തിക്കേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ കുറച്ചധികം ഘടകങ്ങൾ. ഇതിനൊരു സർക്കാരുകൾക്കുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തെ ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നുള്ളത് സവിശേഷമായി സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമത്തിൻ്റെ സാധ്യതകളെ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ നമ്മളെന്ന് വെച്ചാൽ കേന്ദ്രത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിലെ ഇതിൻ്റെ ഒരു നിയമപരമായൊരു സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ തെലങ്കാനയിൽ അവർക്ക് സ്വയം രൂപീകരിക്കാം, കർണാടകയിൽ രൂപീകരിക്കാം. അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഡിമാൻഡ്, കേരള സർക്കാരിന് സ്വയം നിലക്ക് ഇത് രൂപീകരിക്കാൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു UGC റെഗുലേഷൻ പുറത്തിറക്കി.
അതായത് ഒരു ഇക്വിറ്റി റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് 2026 ഈ ജാതി മതം തുടങ്ങിയ, എനിക്ക് തോന്നുന്നു കർണാടകയിലുള്ള ബില്ലിനേക്കാളും കുറേ ഒരു സമഗ്രമായ സ്വഭാവത്തിലുള്ള വംശീയമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റെഗുലേഷൻ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ റെഗുലേഷന് ഇപ്പോൾ സുപ്രീം കോടതി തടയിട്ടതായിട്ടാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് വിശദമാക്കുക. ശരിക്ക് UGC രൂപീകരിക്ക 2026 കൊണ്ടുവന്ന ഇക്വിറ്റി റൂൾ എന്ന് പറയുന്നത് ശരിക്ക് അതിനൊരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഖദേവ് തൊറോട്ട് പോലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക നീതിക്ക് വേണ്ടി ശബ്ദമുഖമുയർത്തിയ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 2012 രൂപീകരിക്കപ്പെടുന്ന ഒരു ഇക്വിറ്റി റൂളാണ് ശരിക്കത്. അപ്പോൾ ഇത് അതിന് എയിംസിൽ വ്യത്യസ്ത ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ ആത്മഹത്യകളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ദലിത് കമ്മ്യൂണിറ്റികളിൽ നിന്ന് വലിയ ആത്മഹത്യകൾ നടക്കുന്നു, വലിയ ഡ്രോപ്പ് ഔട്ടുകൾ നടക്കുന്നു. ആ ഡ്രോപ്പ് ഔട്ടുകളെല്ലാം മറികടക്കുന്നതിന് പഠനത്തെപ്പറ്റി സുഖദേവ് തൊറോട്ടിൻ്റെ കമ്മിറ്റി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നു. അവർക്ക് പഠിക്കാനോ ജീവിക്കാനോ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഇന്ത്യയിലെ പ്രത്യേകിച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളെന്ന കണ്ടെത്തലിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇക്വിറ്റി റൂൾ രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ ആ ഇക്വിറ്റി റൂള് ഇക്വിറ്റി റൂളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിൽ ജാതി എക്സ്പീരിയൻസുകളെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് ഒരാൾക്ക് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ജാതി അട്രോസിറ്റീസിൻ്റെ ഇരയായി എന്ന് വിശദീകരിക്കാവുന്ന ഒരുപാട് എക്സ്പീരിയൻസുകൾ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലുകളിൽ പ്രവേശനം കൊടുക്കാതിരിക്കുക, ഗൈഡുകൾ അനുവദിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകളെ ഇത് ചെയ്യുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ടുന്ന കമ്മിറ്റികൾ നിശ്ചയിക്കുന്നുണ്ട്. അതിൽ ദലിത് ഫാക്കൽറ്റിയുടെ എണ്ണം നിർബന്ധപ്പെടുത്തുന്നുണ്ട്. അയാൾ അതിൻ്റെ ചെയർമാനാണെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. അതുണ്ടായി. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച അത് ഇന്ത്യയിലെ ഉന്നത സർവകലാശാലകളിൽ പാസ്സാക്കി നടപ്പിലാക്കി. പക്ഷേ അതൊരു അത് ഉണ്ടായിരിക്കെ തന്നെയാണ് രോഹിത് മുല്ലയുടെ ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതുണ്ടായിരിക്കെ തന്നെയാണ് ഫാത്തിമ ലത്തീഫ് ജീവത്യാഗം ചെയ്യുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ് ശരിക്കും നജീബ് അഹമ്മദ് കാണാതാക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ്. ഇതിനടക്കം വിട്ടുപോയൊരു പേരാണ് ശരിക്കും പായൽ തദ്വിയുടെ പേര്. പായൽ തദ്വി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലൊരു MBBS സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ മഹാരാഷ്ട്രക്കാരിയായിരുന്നു. അവർ MD പഠിച്ചുകൊണ്ടിരിക്കുന്നിടക്കാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. അവരുടെ മാതാവും ഫ്രട്ടേണിറ്റി മൂവിൻ്റെ പരിപാടിയിൽ കേരളത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും ഞാനത് ഇപ്പോൾ പായലത്തിൽ ഓർക്കാനുള്ള കാരണം നമ്മളെ സുഗതോ തോറോട്ട് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ കൊണ്ടുവന്ന നമ്മൾ ഇക്വിറ്റി റൂള് അത് കാലാനുസൃതമായി പരിഷ്കരിക്കുക, അത് എഫക്റ്റീവ് അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പായൽ തദ്വിയുടെ അമ്മയും രോഹിത് മുല്ലയുടെ അമ്മയും സംയുക്തമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ശരിക്കും ഏറ്റവും അവസാനം പറഞ്ഞ 2026 ഇക്വിറ്റി റൂൾ പരിഷ്കരിച്ചു കൊണ്ട് വരുന്നത്. കാരണം BJP സർക്കാർ സ്വയമേവ കൊണ്ടുവരുന്നതല്ല ഞാൻ പറഞ്ഞത്. അതെ, പായൽ തദ്വിയുടെ അമ്മയുടെയും രാധികാ മുല്ലയുടെയും പ്രത്യേകിച്ച് രോഹിത് മുല്ലയുടെ അമ്മയുടെയും കൂടി ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മാത്രം അതിൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് പരിഷ്കരിക്കേണ്ടി വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പോലെ തന്നെ ഇപ്പോഴും 2019 കണക്കുകൾ നിലനിൽക്കുന്നു. ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നു, ഡ്രോപ്പ് ഔട്ട് വർദ്ധിക്കുന്നു. 2015 ഏകദേശം 100% വർധനവുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു, നിയമം എന്ത് ചെയ്യണം, പുതിയതായിട്ട് രൂപീകരിക്കപ്പെടണം. അതിൻ്റെ ഒരു ശക്തമായ തുടർച്ചയിലാണ് ഇത് രൂപപ്പെടുന്നത്. ഈ BJP ഇതിന് എന്ത് പൊസിഷനാണ് എടുത്തുള്ളത് ഈ റെഗുലേഷൻ്റെ കാര്യത്തിൽ? റെഗുലേഷൻസിൻ്റെ കാര്യത്തിൽ BJP പിന്നെ അത് നമ്മളൊരു സവിശേഷമായി മനസ്സിലാക്കേണ്ടുന്ന BJPക്ക് സുപ്രീം കോടതിയുടെ ശക്തമായ നിർദ്ദേശങ്ങൾ, കനത്ത ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കൽ നിർബന്ധിതമായിരുന്നു. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നാഷണൽ ഗവൺമെൻറ് അത് നടപ്പിലാക്കി. അതൊരു പുതിയൊരു നിയമം ഉണ്ടായി. പക്ഷേ ആ നിയമത്തിനൊരു സൗകര്യം നമ്മളത് BJPയുടെ സ്റ്റാൻഡ് രണ്ടായിട്ടും മനസ്സിലാക്കണം. ആ നിയമത്തിനകത്ത് തന്നെ ആരാണോ വേട്ടക്കാർ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താണ് അട്രോസിറ്റീസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന പോലുമില്ല. അത് എനിക്ക് സുപ്രീം കോടതി അത് ചൂണ്ടിക്കാണിച്ചു. ഡിഫൈൻ ചെയ്യുന്നത് മാത്രമല്ല, ഒരാളൊരു ഇപ്പോൾ വെയ്ഗാണെന്നാണ് അവർ പറഞ്ഞത്. ഈ നിയമം വെയ്ഗാണ്. എനിക്ക് ഇത് വെച്ചിട്ടൊരു നിയമമായിട്ട് നിലനിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നിയമമായിട്ട് പ്രയോഗിക്കാൻ കഴിയില്ല, പ്രയാസമാണ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും BJP ചെയ്തൊരു ഞാൻ പറയുന്നത് BJPയുടെ ഒരു സ്റ്റാൻഡ് അതാണ്. ഇതൊരാൾ ഇപ്പോൾ 2012 സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഞങ്ങൾ ദലിത് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ, ഇതൊരു ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നോക്കാവുന്ന എക്സ്പീരിയൻസുകൾ ഈ റൂളിലുണ്ട്. എനിക്ക് ഗൈഡിന് അനുവദിക്കുന്നില്ല, ഞാനൊരു ദലിത് വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും
അത് ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് ഡിഫൈൻ ചെയ്യേണ്ടുന്ന ആരാണ്? VC ആണ്. ആ VC ആണ് ഇത് അനുവദിക്കാതിരിക്കുന്നത്. അത് ശരി. അങ്ങനെയുള്ള അതെ. അപ്പോൾ ഈ അട്രോസിറ്റീസിനെ ഡിഫൈൻ ചെയ്യേണ്ട റൈറ്റ് VC കൊടുത്തു. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉന്നത സർവകലാശാലകളിലെ VC-മാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ശേഷം അദ്ദേഹം നേരിട്ട് നിശ്ചയിച്ച VC-മാർ. അതെ അതെ. അത് കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ഗവർണറുടെ നേതൃത്വത്തിൽ സംഘപരിവാർ താല്പര്യമുള്ള പശ്ചാത്തലമുള്ള VC-മാരെ നിയമിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ. ഇപ്പോൾ ഉന്നത സർവകലാശാലകളിലെ മുഴുവൻ VC-മാരെയും സംഘപരിവാർ താല്പര്യങ്ങൾ അതിൻ്റെ ഇംഗിതങ്ങൾ അനുസരിക്കുന്ന VC-മാർ നിശ്ചയിച്ചു. ആ VC-മാർ തീരുമാനിക്കും ഇത് ഡിസ്ക്രിമിനേഷൻ ആണോ അല്ലേ. അവർ തീരുമാനിക്കുന്ന കമ്മിറ്റി പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ആർക്കാണ് നീതി കിട്ടുക? അപ്പോൾ അതുകൊണ്ട് ഇത് ഈ BJP ഗവൺമെൻറ് ഇത് ഈ കോടതിയുടെ ശക്തമായ നിർദ്ദേശം കൊണ്ട് നടപ്പിലാക്കേണ്ടി വന്നു. പക്ഷേ ആക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇതിനകത്ത് പിന്നെ ഒരുപാട് ഇപ്പോൾ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത് ഇനി ഒരാൾ ഇതെല്ലാം ചെയ്താലും അയാളെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ റാഗിങ് നിയമത്തെ എങ്ങനെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം റാഗിങ് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടാണ് അതിനൊരു ക്രിമിനൽ ഒഫൻസായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരാൾ റാഗിങ് കാരണം പിടിക്കപ്പെട്ടാൽ അയാളെ പിന്നെ കേവലം ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ നടപടികൾ മാത്രമല്ല, അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും, കോടതിയിൽ മുമ്പിൽ ഹാജരാകേണ്ടി വരും, എല്ലാം ഉണ്ട്. പക്ഷേ ഈ നിയമത്തിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ BJP കൊണ്ടുവന്ന ഇക്വിറ്റിയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾ ജാതി പീഡനം നടത്തി അയാൾ കേവലം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പെനാൾട്ടികൾക്ക് അതിൻ്റെ നടപടികൾക്ക് മാത്രമേ വിധേയാകുള്ളൂ. അതായത് ജാതീയ പീഡനമാണ്, വിവേചനമാണ്, വംശീയമായ ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെ പിന്നിലുണ്ട്. അതിനനുസരിച്ചൊരു നിയമമായിട്ട് അത് വന്നിട്ടില്ല. ഒരാൾ ചിലപ്പോൾ 2 സംവത്സരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ 1 സംവത്സരം സസ്പെൻഡ് ചെയ്യപ്പെടാം. ഇതൊക്കെയാണ് അവിടുത്തെ നിയമമുള്ളൂ. മറിച്ച് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നിയമത്തോട് ആളുകൾ ഉന്നയിച്ച് ഇത് ഒരു എഫക്റ്റീവ് അല്ലാത്തൊരു നിയമത്തെ എഫക്റ്റീവാക്കാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എന്ത് ചെയ്യണം? ഇതിന് ക്രിമിനൽ പ്രൊസീജിയർ ഇതിൻ്റെ ഭാഗമാക്കണം. പിന്നെ ആരാണ് ഇതിൻ്റെ കമ്മിറ്റി എന്നുള്ളത് ഭാഗം ഒരുപാട്, പ്രത്യേകിച്ച് സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ ഇതൊരു വേഗമാണ്. പക്ഷേ ആ സുപ്രീം കോടതി തന്നെ എന്ത് ചെയ്തു? സ്റ്റേ ചെയ്തു എന്നുള്ളത് മറ്റൊരു. ഇപ്പോൾ ഇതിൽ നമുക്കറിയുന്ന ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതി വിവേചനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന, ഇന്ത്യൻ സർവകലാശാലകളിലെ കോളേജുകളിലെ മറ്റു വിദ്യാലയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഘടകം. ഇസ്ലാമോഫോബിയ കേരളത്തിലെ ക്യാമ്പസുകളിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ എത്ര ശക്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഫ്രറ്റേണിറ്റി തന്നെ ഈ നിയമത്തിൻ്റെ ഭാഗമായി ഇസ്ലാമോഫോബിയ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു മാറ്റം ഇതിൽ വേണമെന്ന് ഫ്രറ്റേണിറ്റി ആവശ്യം? അതിൽ 2 കാര്യമാണ്. ഒന്ന്, ക്യാമ്പസുകളിലെ പിന്നെ ഇസ്ലാമോഫോബിയ അഭിമുഖീകരിക്കണം, അതിന് സവിശേഷമായിട്ട് ഇൻ്റർണൽ സെല്ലുകൾ ഉണ്ടാകുന്നത് ഫ്രറ്റേണിറ്റിയുടെ പ്രഖ്യാപിതമായൊരു നയമാണ്. നമ്മൾ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇന്ത്യയിലെ മൊത്തം സർവകലാശാലകളിൽ ഉന്നത സർവകലാശാല ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കണം എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ദലിത് അട്രോസിറ്റീസ് പോലെ തന്നെ പിന്നെ വംശീയത ഇന്ത്യൻ ക്യാമ്പസുകളിലുണ്ട്, അതിനഭിമുഖീകരിക്കുന്ന സെല്ലുകൾ ചെയറുകൾ ഉണ്ടാകുന്നത് ഫ്രറ്റേണിറ്റിയുടെ നയമാണ്, ആവശ്യങ്ങളാണ്. ഈ ഒരു നമ്മൾക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്ക് സ്റ്റേ ചെയ്യപ്പെട്ടു എങ്കിലും 2026 പുതിയ UGCയുടെ ഈ ഇക്വിറ്റി റെഗുലേഷൻസ് വരുന്നത്, ഹയർ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് വരുന്നത്. ആ റെഗുലേഷൻസിൽ വിമർശനങ്ങളുണ്ടെങ്കിലും ചില സാധ്യതകളുണ്ടായി. ആ സാധ്യതകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്യാമ്പസുകളിലെ ഡിസ്ക്രിമിനേഷൻ ഒരു SC/ST സ്റ്റുഡൻസിന് മാത്രമല്ല, മറിച്ച് പിന്നെ OBC സ്റ്റുഡൻസ് ഉണ്ട്, റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്, അവർ പിന്നെ EWS കൂടി ചേർത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികളെല്ലാം ഡിസ്ക്രിമിനേഷൻ ഇരയാകുന്നുണ്ട് എന്ന് പിന്നെ റിലീജിയസ് പറയുന്നുണ്ട്, റീജിയൻ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിശാലമായിട്ട് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റ്, റിലീജിയൻ, റീജിയൻ, ജെൻഡർ ഇതെല്ലാം ഡിസ്ക്രിമിനേഷൻ്റെ പാർട്ടാണ് എന്ന് ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച സ്റ്റേ ചെയ്യപ്പെട്ട UGCയുടെ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് കേരള കമ്മിറ്റി ആലോചിക്കുന്നു, ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ്റെ പാർട്ടായിട്ട് റിലീജിയൻ, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ, വംശീയത ഇന്ത്യയിലെ ഏറ്റവും സുപ്രീം അതോറിറ്റികളായ ഒന്നായ UGC അക്കമഡേറ്റ് ചെയ്യുന്നു. ഏതോ അർത്ഥത്തിൽ അക്കമഡേറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് രോഹിത് ആക്ട് എന്ന് പറയുന്ന ഡിമാൻഡ് നമ്മളകത്തുണ്ട്.
പ്രത്യേകിച്ച് ഇതിനൊരു പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ആലോചിക്കുന്നു ഇതിന് രണ്ടിനെയും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് ഈ രോഹിത് ആക്ടിനകത്ത് തന്നെ ഒരേ സമയത്ത് SC/ST ഡിസ്ക്രിമിനേഷനെ പോലെ തന്നെ വംശീയതയെ കൂടി പാർട്ടാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ കൂടി പാർട്ടാക്കിക്കൊണ്ട് ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് ഫ്രട്ടേണിറ്റി കൊണ്ട് ആഗ്രഹിക്കുകയാണ് പറയുകയും ചെയ്തത്. അപ്പോൾ അതിന് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. നജീബ് അഹമ്മദിൻ്റെ കേസുണ്ട്, ഫാത്തിമ ലത്തീഫ്, അത് അവരങ്ങനെ തന്നെ എഴുതി വെച്ചൊരു ഇതാണ്. പിന്നെ ഈ കേസ് ഈ നിയമത്തിൻ്റെ അതിന് കേസിൽ പോയ പിന്നെ പായൽ തദ്വിയുടെ കുടുംബമുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘാടനത്തിൻ്റെ ഭാഗമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് ഉൾപ്പെടെ രാഷ്ട്രീയം പറയുന്നവരൊക്കെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. ഈ കോഴിക്കോട് തന്നെ പ്രൊവിഡൻസ് കോളേജിൽ ഉൾപ്പെടെ പ്രൊവിഡൻസ് സ്കൂളിൽ ഉൾപ്പെടെ സ്കാർഫ് ധരിക്കാനുള്ള അവസരങ്ങളില്ലാതിരിക്കും. അപ്പോൾ പല സ്വഭാവത്തിലുള്ള ചെറിയ ചെറിയ എക്സ്പീരിയൻസ് തൊട്ട് വലിയ എക്സ്പീരിയൻസിലേക്ക് വരെ വരുമ്പോൾ ഒരുപാട് ഇസ്ലാമോഫോബിയയുടെ എലമെൻറ്റുകളുള്ള ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് ഡിസ്ക്രിമിനേഷൻ്റെ പാർട്ടാവുന്നു ഇന്ത്യയിലെയും കേരളത്തെയും ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ. ഇതിനെ മറികടക്കുന്ന ഒരു നിയമനിർമ്മാണമായിട്ട് രോഹിത് ആക്ട് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ UDFൻ്റെ പുതിയ അവർ മാനിഫെസ്റ്റോയിലുള്ളതിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അവർ പിന്നെ നിലവിൽ അവരുടെ UDF മാനിഫെസ്റ്റോയിലുള്ളത് കേരളത്തിലെ ക്യാമ്പസുകളിലെ ജാതി വിവേചനങ്ങളെ മറികടക്കുകയാണ്. അത് മാത്രമാണ് അവർ എഴുതിയത്. ഇസ്ലാമോഫോബി അവിടെ ഒരു പരിഗണന വിഷയമായിട്ടാണ് അത് ഈ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുമ്പോഴും ആ പ്രതിസന്ധികളുണ്ട്. അതാണ് ഫ്രട്ടേണിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ സർക്കാർ വരുമെന്ന് കരുതുന്ന ആരാണ് വിജയിക്കാൻ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും എന്താണ് ഈ രോഹിത് വെമുല ആക്റ്റായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇനി ഫ്രട്ടേണിറ്റി പ്ലാൻ ചെയ്യുന്നത്? അതിന് മുമ്പ് ചെറിയൊരു കാര്യം, അതിനൊരു ഈ രോഹിത് ആക്ടുമായി ബന്ധപ്പെട്ട് ശരിക്ക് നമ്മൾ ഇസ്ലാമോഫോബിയ ഇതിൻ്റെ പാർട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതെങ്ങനെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരു ഇൻറ്റേർണൽ ആലോചനകൾ ഫ്രട്ടേണിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ച പോലെ തന്നെയാണ്. അതെ, ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമം ആവശ്യപ്പെടുമ്പോൾ ഇന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അത് ജാതിപരമായ അട്രോസിറ്റീസാണ്. അതുകൊണ്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പിന്നെ നമ്മൾക്ക് ആർട്ടിക്കിൾ വെച്ച് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ന ശിക്ഷ ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പിന്നെ പ്രത്യേകിച്ച് ജാതി അട്രോസിറ്റീസിനെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്ന കുറേ സൗകര്യങ്ങളുണ്ട്. കുറേ സൗകര്യങ്ങൾ നമ്മൾ പഴയ തലമുറയുടെ അധ്വാനങ്ങളാണ്, ആ സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയുടെ എക്സ്പീരിയൻസുകൾ എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ ഒരു വലിയ അധ്വാനങ്ങൾ ആവശ്യമാണ്. ഒരു അവ്യക്തത ഉണ്ടായില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾക്ക് സവിശേഷമായി ഇസ്ലാമോഫോബിയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അതൊരു നിർവചന പ്രശ്നം ഇതിൽ ഉണ്ട് എന്നാണ്, നിയമപരമായി ഒരു നിർവചിക്കാനുള്ള പ്രയാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിയമപരമായി നിർവചന പ്രശ്നം മാത്രമല്ല, നിർവചന പ്രശ്നമുണ്ട്. പിന്നെ അതൊന്ന് ഇപ്പോൾ ഇപ്പോൾ ഓരോന്നിനും ഇന്നതിന് ഇന്ന ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ അതിനെ കൂടി മറികടന്ന് ഈ നിയമനിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മറികടക്കുക എന്നുള്ളത് തിരിച്ചു ആവാം. ഉദാഹരണത്തിന് ഈ രോഹിത് ആക്ട് വഴി ഈ ഇസ്ലാമോഫോബിയ അതിനൊരു ലീഗൽ ലാംഗ്വേജ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഗൽ ലാംഗ്വേജ് തിരിച്ച് നിയമമായി കൊണ്ടുവരുന്നതിൻ്റെ സാധ്യതകൾ സ്വയം അങ്ങോട്ട് വികസിപ്പിക്കുകയും ചെയ്യാം. അപ്പം ഇതിനൊരു കേവലം ഒരു രോഹിത് ആക്ട് എന്നുള്ളതിൽ നിന്ന് മറിച്ച് ഇന്ത്യയിലെ ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഒരു സാധ്യതയിലേക്കുള്ള ഒരു വികാസമായിട്ട് ആളുകളുടെ വ്യത്യസ്ത എക്സ്പീരിയൻസുകളെ ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ് എന്ന് പിന്നെ ലീഗലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജുകൾ ഫ്രെയിം ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയൊരു ഘട്ടം എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആദ്യ ഘട്ടത്തിൽ നമ്മൾ 2-3 പരിപാടികൾ നടത്തി. ഇപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റ് കൂടി നമുക്ക് പറയാം. കേരളത്തിൻ്റെ ഒരു പ്രശ്നം, കേരളത്തിൽ ഇത് ഇപ്പോൾ LDFൻ്റെ പ്രകടന പത്രികയിൽ ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ജാതി പീഡനങ്ങളോ ഇസ്ലാമോഫോബിയയുടെ പീഡനങ്ങളോ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതിനൊരു ഞാൻ പറഞ്ഞു ബേസിക്കലി ഒരു ലിറ്ററേച്ചർ പ്രതിസന്ധി കേരളത്തിലുണ്ട്. ഇപ്പോൾ ജാതി പീഡനങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോഴും എക്സ്പീരിയൻസുകൾ നമ്മൾ കോട്ട് ചെയ്യുക പലതും കേരളത്തിന് പുറത്തുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, കേരളത്തിലെ എക്സ്പീരിയൻസുകൾ നമുക്ക് ലിറ്ററേച്ചറായിട്ട് വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനം ഈ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവ്, പഴയ SFI നേതാവ്, അദ്ദേഹം എഴുതിയൊരു കുറിപ്പുണ്ട്. എന്നുവെച്ചാൽ സംസ്കൃതം, അദ്ദേഹത്തെ പറ്റിയുള്ള പരാതി, സംസ്കൃതം അറിയാത്ത SFI നേതാവ് അഡ്മിഷൻ എടുത്തതാണ്. അതിനോട് അദ്ദേഹം എഴുതിയൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് തുടങ്ങുന്ന അതിൻ്റെ കുറിപ്പിലെ വാചകങ്ങളൊക്കെ വളരെ അതിൽ
എൻ്റെ സഹോദരൻ രോഹിത് മുലയുടെ പിന്നെ നിലവിളികൾ ഞാനിപ്പോൾ കേൾക്കുന്നു. കേരളത്തിലൊരു SFI നേതാവ് എഴുതുകയാണ്. കാരണം ഞാനൊരു ദലിതനാണ്, എൻ്റെ സംസ്കൃത അറിവിനെപ്പോലും റദ്ദ് ചെയ്യപ്പെട്ടു, ഞാൻ സംസ്കൃതം അറിയാത്തവൻ ഇവിടെ PhD ചെയ്യുന്നു എന്നുള്ളൊരു നരേഷൻ എൻ്റെ ഗൈഡ് രൂപപ്പെടുത്തി. എൻ്റെ സഹോദരൻ രോഹിത് മുലയുടെ നിലവിളി ഞാനിപ്പോൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പം ലിറ്ററേച്ചർ ഏറ്റവും ദീപാ പി മോഹനൻ അദ്ദേഹത്തിൻ്റെ അവരുടെ PhDയുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളാണ്. അവർക്ക് പൂർത്തീകരിക്കാൻ ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ASAയുടെ സെക്രട്ടറി ആയിരുന്ന ജെയിൻ സി, അവർ വലിയ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്പോൾ കേരളത്തിൽ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ദലിത് അട്രോസിറ്റീസുമായിട്ടുണ്ട്. പക്ഷെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ എക്സ്പീരിയൻസുകൾ ഒരു ലിറ്ററേച്ചർ ഫ്രെയിം ചെയ്തെടുക്കുക, ആളുകൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ കണ്ടിരുന്നു, ഒരുപാട് അക്കാഡമിഷ്യന്മാരെ കണ്ടു, സാമൂഹിക പ്രവർത്തകരെ കണ്ടു. പലർക്കും ഇത് എങ്ങനെയാണ് ഇതിനെ ഫ്രെയിം ചെയ്യുക, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ എന്നുപോലും അറിയാത്ത ആളുകളുണ്ട്. സാമൂഹിക മേഖലയിൽ സവിശേഷമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രോഹിത് മുലയുടെ മൂവ്മെൻറ്റിനൊക്കെ പാർട്ടായ പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ഇതിനൊരു ലിറ്ററേച്ചറായിട്ട് വികസിപ്പിച്ചെടുക്കുക. എഡ്യൂക്കേഷൻ വേണ്ടതാണ് ഈ മേഖല വേണ്ടതാണ്. അത് ആളുകളുടെ അനുഭവങ്ങളെ ആളുകൾ തുറന്നു പറയേണ്ടതാണ്. ആ അനുഭവങ്ങളുടെ ഒരു തുടർച്ചയിൽ ഇത് കേരളത്തിൽ നിർബന്ധമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഫ്രട്ടേണിറ്റി കൊണ്ട് ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇതിനൊരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഒരു അധ്വാനമാണ്. നേരത്തെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള. അപ്പോൾ ഇത് ഒരു പാർട്ടി ശരിക്കും കർണാടകയിലെ ടീം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് SC/ST അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇന്നതിന് 3 വർഷം ശിക്ഷ, ഇന്നത് സസ്പെൻഷൻ, ഇന്ന കമ്മിറ്റി, ഒരു കമ്മിറ്റിയുടെ കാലയളവ് എത്ര, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ലീഗൽ വർക്കുകൾ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇതിനകത്തൊരു കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ തന്നെ ലീഡർഷിപ്പിലുള്ള ലോയിൽ PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അത് എങ്ങനെയാണ് ആളുകളുടെ പിന്നെ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ എക്സ്പീരിയൻസുകളെ നിയമമായിട്ട് പരിവർത്തിപ്പിക്കാനുള്ള വർക്കുകൾ അവർ നടത്തുന്നുണ്ട്. മറ്റൊന്ന് സംഘടനാപരമായിട്ടുള്ള വർക്കുകളാണ്. മണ്ഡലം കമ്മിറ്റികൾ, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക് നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണങ്ങൾ, ഒരു വ്യാപകമായിട്ടുള്ള ഒരു പൊതു ജാഗ്രതയെ രൂപപ്പെടുത്തുക, ആളുകളെ വിസിറ്റുകൾ, പിന്നെ ആളുകളുടെ ക്യാമ്പസുകളുടെ ഡിമാൻഡുകൾ ഉന്നയിക്കുക എന്നൊക്കെയാണ്. വരാനിരിക്കുന്ന ഒരു ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഫ്രട്ടേണിറ്റി ക്യാമ്പസുകളുടെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോയിൽ മുദ്രാവാക്യമായിട്ട് രോഹിത് മുല ആക്ടിനെ മുന്നോട്ട് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുമ്പോൾ ആ ക്യാമ്പസിനകത്തെങ്കിലും ഒരു രോഹിത് ആക്ട്, ചെറിയ യൂണിയനകത്ത് തന്നെ ഇതിനെ പഠിക്കാൻ, ഇതിന് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും, നടപടിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ കേരളത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബൃഹത്തായ പ്രൊജക്റ്റാണ് ഇത്, ഘട്ടം ഘട്ടമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ രോഹിത് മുല ആക്ട് ഉണ്ടാകുന്നുള്ള ശ്രമങ്ങൾ ഫ്രട്ടേണിറ്റിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ വിജയിക്കട്ടെ. അങ്ങനത്തെ നിയമങ്ങൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കട്ടെ, കേന്ദ്ര സർക്കാരും പാസ്സാക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ എന്തായാലും ഇത്ര നേരം ഇൻസൈറ്റിന് വേണ്ടി സമയം ചെലവഴിച്ചതിൽ നന്ദി, നമസ്കാരം.